Hi guys, good morning. അങ്ങനെ ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ എണീച്ചു. മോർണിംഗ് ഇങ്ങനെ രാവിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഡോർ തുറന്നുള്ള ഞങ്ങളുടെ വ്യൂ ഇതാ, നോക്കൂ. ഞങ്ങളങ്ങനെ രാവിലെ തന്നെ ഒരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചായിരുന്നു. ഗൈസ്, ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം. റൂം ഇതാണ്. ഇവിടുത്തെ ടൗൺ. അമിത് ഭയങ്കര സാഹസികമായി വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, വാൽപ്പാറ ടൗണിലൂടെയുള്ള യാത്രയാണ്. ഹായ് ബ്രോ. അണ്ണാ, അണ്ണനെന്ത് ഇവിടെ അണ്ണ അവിടെ പോണ്? ഇവിടെ റൂം ഇருக்கு ഭയ്യ. റൂം ഇருக்கு ഭയ്യ. ഇവ രാത്രി കളിക്കാൻ പോയതാണ്. ഇപ്പോഴാണ് പൊങ്ങിയത് ഗൈസ്. രാത്രി റൂമിൽ നിന്ന് ഇറങ്ങി പോണുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ടൗണിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. ആസിഫ്, വാൽപ്പാറ ടൗണിലൂടെ ഉള്ള യാത്ര. ടൗണ് കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു എസ്റ്റേറ്റിലാണ്. ആസിഫ്, what are you doing here? ഒരു ചായ കുടിയാണ്. വാൽപ്പാറയിലുള്ളൊരു കോളേജ് ഒക്കെ. ഇത് വന്ന് വാൽപ്പാറയിലെ കോളേജ്. റീല് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പഠിക്കണ്ടേന്ന്. നീ പഠിക്കുന്ന കാണിച്ചിട്ട് 5 തപ്പി ഉള്ളതാണ്. അതെ. അപ്പൊ ഗൈസ്, നമ്മൾ വാൽപ്പാറയിൽ നിന്ന് വിട പറയുകയാണ്. എടാ, ഫുഡ് ട്രസ്റ്റ് ഒരു ഭയം. ഫ്രീക്കി ആസിഫ്. ഗൈസ്, ഒരു പറ്റൽ സുഹൃത്തുക്കൾ വാൽപ്പാറയിന്റെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്ന് റീൽസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ബസ്. നമ്മളങ്ങനെ പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പെട്രോളിന് 150. ഇവിടെ പെട്രോളിന് വില കുറവാ. 150 രൂപ. അടുത്ത എങ്ങടെ പോണേ? പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ അല്ലെങ്കിൽ പാലക്കാട്.
മുഹമ്മദ് അമിത്. അരട്ട റോസ് ഇട്ടാണ്ട് ഫിദലത വരുന്നു. അതിന് പല ഭാഗങ്ങളിലും അങ്ങനെ കണ്ട തിളങ്ങള് ലൈറ്റ് നേരെ അടിച്ചിട്ടേ. അത് മഞ്ഞാ നോക്കണ്ട. അതങ്ങനെ സ്റ്റോറി ഇട്, ഓഫ് ടു ഹിമാചൽ. ഓ റൈഡേഴ്സ് we are going to Pollachi. പേടിച്ച് ചുരം ഇറങ്ങുകയാണ്. ഡാമാണ്, ആൾക്കാരൻ ഡാമാണിക്ക് എയർപിൻ ബെൻഡ് 12. ബ്രോ അതൊന്നായി. ഓ അതാണ്. അപ്പൊ ഇതല്ലേ അടിയില ഇവിടെ എത്താനാ. ഇതല്ല അതിന് പൊട്ടിയത് എവിടെ? പൊട്ടി അടയാളം പോലും കാണില്ലല്ലോ. ഇവിടെ വല്ലോ വരും. One, two കഴിഞ്ഞ് 3. ഇവൻ കത്തിച്ച വന്ന അങ്ങനെ വന്നിട്ട് എന്തിനാ പയ്യെ രസം. ഞങ്ങളങ്ങനെ ബോർഡർ ഇറങ്ങി. ബോർഡർ അല്ലല്ലോ, 10 മിനിറ്റ് മാർക്കണ്ട് വെയിറ്റ് ചെയ്ത്. ഓക്കെ, പൊള്ളാച്ചിയുടെ വരുമ്പോ ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. മല കയറിയത് സ്പീഡിൽ നമ്മളങ്ങനെ തമിഴ്നാട് കടന്നിരിക്കുകയാണ്. റൂട്ടാണ്. തമിഴ്നാടല്ലേ? ഗായ്സ്, നമ്മൾ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയില് വേണ്ടിട്ട് ബിരിയാണി സെന്റർ നമുക്ക് കയറി നോക്കാം. ബാ എല്ലാരും വളർത്തിക്കോ. പൂത്താൻ പോവാണേ. എന്താ പൂത്തത്തെ?
ചൂട് ചൂട് ചിക്കൻ ഡ്രൈ സ്പെയിൻ്റെ പോലെയല്ല സ്പെയിൻ. ഞങ്ങളങ്ങനെ പാലക്കാട് കൊല്ലങ്കോട് പാടം ഒരു മരത്തിന്റെ അടിയിൽ തണൽ കിട്ടിയപ്പോൾ എല്ലാവരും വിശ്രമിക്കേണ്ട വയ്യ ഗൈസ്, ചന്തിയൊക്കെ പോച്ച് പോയി പോയി പോയി. ചായ പറയും ചായ അജു ഫിലിപ്പും ഫിദലിന്റെ ബൈക്ക് അവര് സംസാരിച്ച് വഴിതെറ്റി നേരെ പോയി. 10 കിലോമീറ്റർ അപ്പുറമാണ്, ഇനി 10 കിലോമീറ്റർ ചേച്ചി കട്ടൻ തരുന്നു. താങ്ക് യു ചേച്ചി. അത് റോ ആയിട്ട് കിട്ടില്ല. നോക്കൂ, കൊല്ലങ്കോട്. അപ്പൊ ഞങ്ങൾ കൊല്ലങ്കോടുന്ന അതിമനോഹരമായ പാടങ്ങളും മലകളും അജു സാറിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ കൊല്ലങ്കോട് ഞാൻ റീസെന്റ് ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു ഇതിനു മുമ്പ്. പക്ഷേ ആ കോളേജ് സ്റ്റാഫ് ടൂർ ആയിട്ട് അതിലും കിടുക്കാച്ചിയും അതിമനോഹരമായിട്ടുണ്ട്. ആണല്ലേ? സൂപ്പർ. അന്ന് ഇത്ര സുഖമില്ലായിരുന്നു, ആളും ഭയങ്കര കൂടുതലായിരുന്നു. ഭയങ്കര ഇപ്പൊ ഭയങ്കര പീസ് ആണ്. അതിന്റെ മല വീഡിയോ എടുക്കാൻ പോകുന്നു. കൊല്ലങ്കോടുന്ന പ്രകൃതി രമണീയമായ അതിമനോഹരമായ പാടങ്ങളും മലകളും എന്താണ് പറയാനുള്ളത്? നമ്മള് വീഡിയോ എടുക്കാൻ പോകുന്നു. ഷൂട്ട് ഡാൻസ് ആ മോളിൽ എന്തൊരു ഭംഗിയാണ് കൊല്ലങ്കോടുന്ന നഗരം, പ്രകൃതി രമണീയമായ. ഞാറ് നടന്നു നോക്കി. പോടാ
അങ്ങനെ ഗായ്സ് നമ്മളെങ്ങനെ കൊച്ചി തിരിച്ചെത്തിയിരിക്കുന്നു ഗായ്സ്. ഉമ്മ ലോല ആലുവ എത്തിയെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ. അല്ല അല്ല നിനക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ആ പാച്ച് വർക്കുമ്പോ കേറുമ്പോഴേ കുഴിഞ്ഞ സാധനം ഇങ്ങനെ ശരിയും. അതാണ് എങ്ങനെയായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു ചന്തി പന്തിരായി. അപ്പൊ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെലപ്പോ വല്ല ട്രിപ്പ് കഴിഞ്ഞത് അടിക്കാണ്ട് വന്നു. ട്രിപ്പ് കഴിഞ്ഞത് ഓർമ്മക്ക് അങ്ങനല്ല എടുക്കാൻ പോണ മനസ്സിലായി. ഫേസ് ഇട്ടാ വേണ്ടി കാണിച്ചതാ. ഉമ്മക്കറിയാണ് നമ്മല്ല പോലെ ആരും എത്തി പറയുമ്പോ അത് സാധാരണ അങ്ങനെയല്ല. കോഴിക്കോട് പറഞ്ഞ ബാംഗ്ലൂർ മൈസൂരൊക്കെ പോയിട്ട് വരാറ്. അതുകൊണ്ട് പെട്ടെന്ന് എത്തിയത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്ഭുതം അത്ഭുതം. അൺബിലീവബിൾ. ഇനി വീണ്ടും ഒരു യാത്ര വരുന്നവരെ സൈനിങ് ഔട്ട്. ഇല്ല സൈനിങ് ഔട്ട് ആയിട്ടുള്ള. അപ്പൊ സുഹൃത്തുക്കളെ അവനെ ഞങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ നിന്ന് വാട്സപ്പ് ഔട്ടായി. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തി. പെട്ടെന്ന് ഉടനെ അതിന്നൊരു ഡിസ്കഷൻ, പെട്ടെന്നൊരു ട്രിപ്പ്. പ്ലാൻഡ് ഒന്നല്ലായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോ